ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചറുകളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് റെക്കോർഡ് ഹൈനടുത്താണ്. ഇന്ന് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഡൊണാൾഡ് ട്രംപ് സെലക്ട് ചെയ്തിരിക്കുന്നത് US ട്രഷറി സെക്രട്ടറി ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് സ്കോട്ട് ബെസന്റ് എന്ന് പറയുന്ന ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജരെയാണ്. ഇത് പൊതുവെ മാർക്കറ്റ് വെൽക്കം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാകുന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2,726 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികൾ ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലും ഹമാസും തമ്മിൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സീസ് ഫയർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊതുവേ ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് ബെറ്ററാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത 2 വർഷത്തേക്ക് പൊളിറ്റിക്കൽ പ്രഷർ മാർക്കറ്റിലുണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ ഹാപ്പി ആയിട്ട് റിയാക്ട് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇവിടെ വലിയ രീതിയിൽ സെല്ല് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകളും ധാരാളം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിനൊന്നും കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ അഡാനി എപ്പിസോഡ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ കാണാം. പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ക്യാഷ് ഫ്ലോ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ നിന്നാണ് 84% വരുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾക്ക് ഒരു ഫിനാൻഷ്യൽ ട്രബിളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഈ അമേരിക്കൻ കോർട്ടിൻ്റെ പ്രോസിക്യൂഷൻ റിലേറ്റഡ് ന്യൂസുകളൊക്കെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ലോങ് റണ്ണിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡാനി എനർജി സൊല്യൂഷന് ഇൻട്രസ്റ്റ് റേറ്റ് പവർ ട്രാൻസ്മിഷൻ്റെ 4ാമത്തെ ഓർഡറും കൂടി കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് വരുമ്പോൾ വൊളാറ്റിലിറ്റി ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റിലൊരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് പല സ്റ്റോക്കുകൾക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ന് ഓവറോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ബ്രോഡ് ബേസ്ഡ് അപ്വേർഡ് മൊമെൻറ്റമാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികളൊന്ന് സ്വാൻ എനർജിയാണ്. അവരുടെ ഒരു സബ്സിഡിയറി സ്വാൻ എനർജി ആയിട്ട് മെർജ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അനിൽ അംബാനി ഗ്രൂപ്പിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള റിലയൻസ് നേവൽ ഡിഫൻസ് അവർ റിനോവേറ്റ് ചെയ്ത് വീണ്ടും ഒരുപക്ഷെ ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ് ബിൽഡിംഗ് യാർഡാണ് പ്രൈവറ്റ് അധീനതയിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാൻ എനർജിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ കൊടുക്കാൻ പോകുന്നത്. ജിൻഡാൽ സ്റ്റെയിൻലെസ് BEML അപ്പോൾ പുതിയ അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് BEMLലും ജിൻഡാൽ സ്റ്റെയിൻലെസ്സിലൊക്കെ കാണാൻ കാരണം അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റ് അടുത്ത 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പുതിയ ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഓർഡേഴ്സ് കിട്ടിയിരിക്കുന്നത് BEMLനാണ്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് BEMLാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീലുകളാണ്. 3mm തിക്നെസ്സിലുള്ള സ്റ്റീലുകളൊക്കെയാണ്. അപ്പോൾ ബുള്ളറ്റ് ട്രെയിനിലും ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ പോകുന്ന സ്റ്റീൽ കമ്പനികളിൽ ഒന്ന് ജിൻഡാൽ സ്റ്റെയിൻലെസ് ആണ്. അപ്പോൾ ഈ 2 കമ്പനികളിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ മീഡിയം ടു ലോങ് ടൈമിൽ ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. 45 സ്റ്റോക്കുകൾ പുതുതായിട്ട് വെള്ളിയാഴ്ച മുതൽ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ സെഗ്മെൻറ്റിലേക്ക് വരികയാണ്. ഈ സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. കൽക്കട്ട ഇലക്ട്രിക് സപ്ലൈ സെസ്കിന് അവരുടെ സബ്സിഡിയറിക്ക് ഒരു വളരെ കാലമായിട്ട് ലാഗ് ചെയ്തിരുന്ന ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. റിന്യൂവബിൾ എനർജി റിലേറ്റഡ് പ്രൊജക്റ്റാണ്. സിഗ്നേച്ചർ ഗ്ലോബൽ വലിയ പ്രൊജക്റ്റുകളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നല്ലൊരു കമ്പനിയാണ്. കീടെക്സ് ഓൾറെഡി 2:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ കീടെക്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. എക്സ് ബോണസും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. കാരണം മാർച്ചിൽ അവരുടെ തെലങ്കാന പ്രൊജക്റ്റിൻ്റെ ഫസ്റ്റ് പേസ് കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളാണ് മീഡിയം ടു ലോങ് ടൈമിൽ.
ഒപ്പം ട്രാക്ടർ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മൺസൂണാണ്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസണിൽ അറൗണ്ട് 10% സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൺസൂൺ പൊതുവേ ബെറ്റർ ആയി കഴിഞ്ഞാൽ ഫാമേഴ്സിൻ്റെ കയ്യിൽ ധാരാളം പണം വന്നു ചേരും. അപ്പോൾ ട്രാക്ടർ പർച്ചേസൊക്കെ കൂടുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. PSP പ്രൊജക്റ്റ് അഡാനി ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. 30% അഡാനി അക്വയർ ചെയ്തിരുന്ന ഓപ്പൺ ഓഫർ വരികയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അഡാനി സ്റ്റോക്കിലായി ഉണ്ടായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ PSPയുടെ സ്റ്റോക്ക് പ്രൈസിലും റിഫ്ലക്റ്റഡ് ആയിരുന്നു. പക്ഷേ PSP പ്രൊജക്റ്റ് ലോങ് റണ്ണിൽ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ബൈ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പ്രാജ് ഇൻഡസ്ട്രീസ്, ഒപ്പം അതുപോലെ തന്നെ IFCI, SJVN, സുബ്രോസ്, കല്യാൺ, വോൾട്ടാസ്, ആൽക്കം, ഒബ്രോയ് റിയാലിറ്റി ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനികളും കൂടിയാണ് കല്യാൺ, വോൾട്ടാസ്, ആൽക്കം, ഒബ്രോയ് റിയാലിറ്റി ഒക്കെ. സുബ്രോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ April 1, 2025 മുതൽ ട്രക്കുകളിലൊക്കെ AC കമ്പൽസറി ആണ്, ട്രക്ക് ഡ്രൈവർ ക്യാബിനിലൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ACകൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഉണ്ടാക്കി നൽകുന്ന സുബ്രോസ് ആണ്. അതോടൊപ്പം തന്നെ ആംബർ എൻ്റർപ്രൈസസ് ഉണ്ട്, PG ഇലക്ട്രോപ്ലാസ്റ്റ് ഉണ്ട്, ഇനി വരുന്നു, ഈ പാക്കൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് സുബ്രോസ്, ആംബർ എൻ്റർപ്രൈസസ്, അതുപോലെ തന്നെ PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്നീ കമ്പനികൾക്കൊക്കെയാണ്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം പുതിയ ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെ HDFC ബാങ്ക് അവർ 12,700 കോടി രൂപ വരെ കാർ ലോൺസ് സെക്യൂരിറ്റൈസ് ചെയ്തിരിക്കുകയാണ്. അത് പോസിറ്റീവ് ന്യൂസാണ്. RVNL ഒരു ബിഗ് ഓർഡർ കിട്ടുകയാണ് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്ന്. കൊച്ചിൻ ഷിപ്പ് യാർഡ് ഒരു അമേരിക്കൻ കമ്പനി ആയിട്ട് ടൈപ്പ് വന്നിട്ടുണ്ട്. ജാക്കബ് ട്രിഗ് എന്ന് പറയുന്ന പുതിയ പ്രൊഡക്റ്റാണ് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഓൾറെഡി സ്വയം എലിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന റിഗുകളാണ് ഇത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൊച്ചിൻ ഷിപ്പ് യാർഡിന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വേദാന്ത NCLT 90 ദിവസത്തിനുള്ളിൽ ഷെയർ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡീമർജറിന് വേണ്ടിയാണ്. വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം സി എൻ്റർപ്രൈൻമെൻറ്റ് ലിമിറ്റഡ് പുനീത് ഗോയങ്ക MD സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്തിരിക്കുകയാണ്. സോണി ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ കടുംപിടുത്തായിരുന്നു. അന്ന് റിസൈൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സോണി മെർജർ സംഭവിച്ചേനെ. പക്ഷേ ഇപ്പോൾ വളരെ വൈകിയാണെങ്കിൽ അദ്ദേഹം MD സ്ഥാനത്ത് റിസൈൻ ചെയ്യാണ്. ഒരുപക്ഷെ സി എൻ്റർപ്രൈസിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഹിൻഡൻബർഗ് അലിഗേഷൻസ് 24 ഉണ്ടായിരുന്നു. സെബി 22 എണ്ണത്തിൽ അന്വേഷണം കംപ്ലീറ്റ് ചെയ്തിരുന്നു. 24 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതോടുകൂടി ഹിൻഡൻബർഗ് അഡാനി ഇഷ്യൂവിൻ്റെ അലിഗേഷൻസിൻ്റെ ഒരു പരിസമാപ്തി കുറിക്കുക എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ധാരാളം പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിലുള്ളത്. ഒപ്പം SME IPOകൾ ഓപ്പൺ ആയിട്ടുള്ളൊരു IPO ഉണ്ട്. C2C അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. ഡിഫൻസ് റിലേറ്റഡ് കമ്പനിയാണ്. 90% എക്സ്പോർട്സ് ആണ് ഈ കമ്പനിക്കുള്ളത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ലിസ്റ്റിങ്ങിൽ കാണിക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. 226 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. അറൗണ്ട് 100% ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു NSE SME IPO ആണ്. 600 ആണ് മാർക്കറ്റിലോട്ട്. അതോടൊപ്പം തന്നെ മെയിൻ ബോർഡ് IPO ഓപ്പൺ ആയിട്ടുള്ള എൻവിറോ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. വാട്ടർ റിലേറ്റഡ് രംഗത്തൊരു കമ്പനിയാണ്. 148 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. തീർച്ചയായിട്ടും ഈ IPOയിലും അപ്ലൈ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലിസ്റ്റിംഗ് ഗെയിം കിട്ടാനായിട്ട് സാധ്യമാക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ IPOകളിലും IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സൊമാറ്റോ BSE സെൻസെക്സിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഒരു ന്യൂ ജനറേഷൻ കമ്പനി ആദ്യമായിട്ടാണ് BSE സെൻസെക്സിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു SME IPO ഉണ്ട്. 26 ആരംഭിച്ച് 28 ക്ലോസ് ചെയ്യുന്നത്. രജപുത്താന ബയോഡീസൽ ലിമിറ്റഡ് ആണ്. 130 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. NSE SMEയിലാണ്. ഏറ്റവും ഹൈ ക്വാളിറ്റി ബയോഡീസൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. രാജസ്ഥാൻ ബേസ്ഡ് കമ്പനിയാണ്. തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ഗെയിൻ ഒരു 40 to 50% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു നല്ലൊരു കമ്പനിയാണ്. SME സെഗ്മെൻറ്റിലാണ് NSEയിൽ. മാർക്കറ്റിലോട്ട് 1000 വരുന്നത്. അപ്പോൾ SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ IPOയിലും അപ്ലൈ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച 7 മ്യൂച്വൽ ഫണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും
മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂ ഫണ്ട് ഓഫേഴ്സാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനും ധാരാളം ഓപ്പർച്യൂണിറ്റികൾ വരികയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള 23,263 ലെവൽ തന്നെയാണ് ഒരു ബേസ് സ്ട്രോങ് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്നത്. ഇനി നമുക്ക് പൊളിറ്റിക്കൽ പ്രശ്നമൊന്നും മാർക്കറ്റിൽ വരാൻ പോകുന്നില്ല അടുത്ത 2 വർഷത്തേക്ക്. ഇനി അടുത്തൊരു ഇലക്ഷൻ ഉള്ളത് ഫെബ്രുവരിയിലാണ്, അതിനുശേഷം ഒക്ടോബർ നവംബറിലാണ് ബീഹാർ ഇലക്ഷൻ ഉള്ളത്. പക്ഷേ ഈ അസംബ്ലി ഇലക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം പൊളിറ്റിക്കൽ പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇനി റിസൾട്ടുകൾക്കനുസരിച്ച് ഗ്ലോബൽ ഇവൻറ്റുകൾക്കനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം നമ്മുടെ ബഡ്ജറ്റ് വരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ കാണിക്കുന്ന ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിന് ബെറ്റർ തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. ഗോൾഡ്മാൻ സാക്സ് പറയുന്ന പോലെ ഒരുപക്ഷെ അടുത്ത 12 മാസത്തിനുള്ളിൽ നിഫ്റ്റി 27,000 ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക. നല്ല സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.